റബ്ബിന്റെ വിശ്വാസം വേണം, എന്നാലേ നന്മ ചെയ്യാൻ കഴിയുകയുള്ളൂ. കാസർഗോഡ് വരെ പെരിന്തൽമണ്ണ വരെ തലയിൽ കിടക്കുന്ന തലപ്പാവ് അടിച്ചിട്ട് ആ തലപ്പാവ് പള്ളിക്കോലായുടെ മുമ്പിൽ വിരിച്ചിട്ട് അതിൽ വീണ് കിട്ടുന്ന നാണയ തൊട്ടുകൊണ്ടാണ് സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിന് മദ്രസയുണ്ടാക്കി കൊടുത്തത്. അത് മറ്റാരുമല്ല, ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യൻ മരിച്ചപ്പോഴാണ് RSSന്റെ മുഖപത്രമായ കേസരിയിൽ പിറ്റേ ദിവസം എഴുതിയത് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ മരിച്ചു. പിറ്റേ ദിവസം കേസരിയിൽ RSSന്റെ മുഖപത്രമാ കേസരി. ആ കേസരി എഴുതിയത് എന്തെന്നറിയോ? വിശുദ്ധ ജീവിതത്തിന്റെ വിശുദ്ധി നിലച്ചു, വിശുദ്ധ ജീവിതത്തിന്റെ വിശുദ്ധി നിലച്ചു. RSSന്റെ മുഖപത്രമാണ് എഴുതിയത്, ചന്ദ്രികയല്ല. ആരാ? അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങള്. സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിൽ 10 ലക്ഷം കുട്ടികൾ ഇപ്പൊ രാവിലെ മദ്രസയിൽ പഠിക്കുന്നുണ്ട്. ആ 10 ലക്ഷം കുട്ടികൾ മദ്രസ വിടാൻ നേരത്ത് 3 സലാത്ത് വെച്ച് ചെല്ലുമ്പോ എല്ലാ ദിവസവും രാവിലെ 30 ലക്ഷം സലാത്തിന്റെ പ്രതിഫലം ഏറ്റുവാങ്ങി കബറിൽ കിടക്കുന്ന മനുഷ്യനാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. കാരണം എന്താ? ഇന്നല്ലദീന സബഖത് ലഹും മിന്നൽ ഹുസ്നാ, നന്മക്ക് വേണ്ടിയുള്ള മത്സരമാണത്. അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങള്. ആർക്കാ പറയാൻ കഴിയുന്നത്? സമസ്തയുടെ മദ്രസയിൽ 10 ലക്ഷം കുട്ടികൾ മദ്രസ വിടാൻ നേരത്ത് 3 സലാത്ത് വെച്ച് എല്ലിയാൽ എത്രയായി? 30 ലക്ഷം സലാത്തായി. 30 ലക്ഷം സലാത്തും വാങ്ങിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി. എവിടെയാ കിടക്കുന്നത്? എവിടെയാ കിടക്കുന്നത്? എവിടെയാ ഞങ്ങളുടെ നേതാവ് കിടക്കുന്നത്? എവിടെയാ? ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ കാൽപ്പാടത്തിന്റെ നാട്. ഇവിടെ നിന്ന് ഹജ്ജിന് പോകുമ്പോ മങ്കൂസ് മൗലൂദ് ഓതിയിട്ടാണ് ബാഫഖി തങ്ങളെ യാത്രയാകുന്നത്. യാ സയ്യിദ സാദാതി ജിതുക ഖസീദാ അർജൂ ഹിമക വലാ തുഖയ്യിബ് മഖ്സദി. യാ സയ്യിദ സാദാതി ജിതുക ഖസീദാ അർജൂ ഹിമക വലാ തുഖയ്യിബ് മഖ്സദി. നേതാക്കന്മാരുടെ നേതാവേ, അങ്ങയിൽ അഭയമർപ്പിച്ചിട്ട് ഞാൻ വരികയാണ്. ഇത് പാടിയവൻ പാടായിട്ടില്ല, ഇത് പാടിയിറങ്ങിയവൻ പടിതടച്ചിട്ടില്ല. സഹോദരങ്ങളെ, ഇറങ്ങിപ്പോയി കൈബാലയത്തിന്റെ മത്താഫിലെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കവേ വിശുദ്ധമായ ഭൂമിയിൽ വെച്ചാണ് മരിക്കുന്നത്. ഹബീബായ മുത്തിന്റെ ഭാര്യയുടെ തൊട്ടുദാരത്ത് അന്ത്യവിശ്രമം ചെയ്ത മഹാനാണ് സയ്യിദുനാ അബ്ദുറഹ്മാൻ ബാഫഖി. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങള്. എന്താ കാര്യമേണ? മദ്രസ സ്ഥാപിക്കൽ നിസ്സാരമല്ലല്ലോ. ഇന്നല്ലദീന സബഖത് ലഹും മിന്നൽ ഹുസ്നാ. ഒരു മദ്രസ സ്ഥാപിക്കാൻ ഇറങ്ങി തിരിച്ചാളാ. ഒരു മദ്രസ സ്ഥാപിക്കാൻ 10 ലക്ഷത്തിലധികം കുട്ടികൾ ഇന്ന് പഠിക്കുന്നത് ആ മനുഷ്യന്റെ കയ്യിന്റെ ബറക്കത്താ, ആ തലപ്പാവിന് വീണ നാണയത്തുട്ടിന്റെ ബറക്കത്താണ്. ആയിരക്കണക്കിന് പള്ളികൾ, ആയിരക്കണക്കിന് മദ്രസകൾ എന്തിനു വേണ്ടി? നാളെ മരിച്ചു കിടന്നാൽ ആ മദ്രസയുടെ മുറ്റത്തിരുന്ന് മദ്രസ വിടുമ്പോ 3 സലാത്തിലും ആർക്കതിന്റെ പ്രതിഫലം? ബാഫഖി തങ്ങൾക്കാണ്. അള്ളാഹു നമുക്ക് നല്ലത് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ.